ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങാൻ നാം കടയിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, സാർ ഏതാ വേണ്ടിയത്? ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റിന് വില കുറവാണ്, കണ്ടാൽ ഒരുപോലെ ഇരിക്കും. എന്നാൽ ഒറിജിനലിൻ്റെ മൂല്യം അതിനില്ല. അത് ക്വാളിറ്റി വളരെ കുറഞ്ഞത് തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം നോക്കുമ്പോൾ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശുവിന് വിശന്നപ്പോൾ യേശു ദൂരെ ഒരു അത്തിമരം നിൽക്കുന്ന കണ്ടു. അത്തിമരത്തിൽ ഫലം കാണും എന്ന് യേശു വിചാരിച്ചു. അതിൽ ഇല ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് താൻ ചെന്ന് ഫലം അന്വേഷിച്ചപ്പോൾ ഫലമൊന്നും കണ്ടില്ല. യേശു ആ വൃക്ഷത്തോട് പറഞ്ഞു, ഇനി നിന്നിൽ നിന്ന് ആരും തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് നാം കാണുന്ന അടുത്ത ദിവസം അതുവഴി പോയപ്പോൾ പത്രോസ് ആ വൃക്ഷം ഉണങ്ങി നിൽക്കുന്ന കണ്ടിട്ട്, റബി, നീ ശപിച്ച വൃക്ഷം, അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ സംഭവം ഇങ്ങനെ നാം കാണുന്നത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ നമ്മളുടെ രഹസ്യ ജീവിതത്തിൽ എത്രമാത്രം യേശുവുമായിട്ടുള്ള ബന്ധമുണ്ട്, നമ്മുടെ പരസ്യ ജീവിതത്തിൽ നാം എങ്ങനെയായിരിക്കുന്നു. പരസ്യ ജീവിതം ഒരുപക്ഷെ വളരെ ഭംഗിയുള്ളതായിരിക്കും. നമ്മൾ വളരെ ആത്മീകമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും നേതൃത്വം വഹിക്കുകയും പാടുകയും പ്രസംഗിക്കുകയും കൂട്ടായ്മകളിൽ പങ്കെടുക്കുകയും എല്ലാവരോടും വളരെ നന്നായി പെരുമാറുകയും ചെയ്യും. എന്നാൽ രഹസ്യ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വചനവായന, ദൈവത്തോടുള്ള ബന്ധം, അവനോടുള്ള സ്നേഹം, ഇതൊക്കെ വളരെ കുറവായിരിക്കും. അങ്ങനൊരു ക്രിസ്തീയ ജീവിതം ദൈവം ഇഷ്ടപ്പെടുന്നില്ല. കാപട്യം ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ യേശു ആ വൃക്ഷത്തെ ശപിച്ചു, അത് ഉണങ്ങിപ്പോയി. യേശു ആരെയും ശപിച്ചതായിട്ട് വചനം പറഞ്ഞിട്ടില്ല. യൂദായെപ്പോലും യേശു ചോദിക്കുന്നത്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത് എന്നാണ്. എന്നാൽ ഈ കാപട്യമുള്ളവരോട് യേശു ആ കാപട്യ സ്വഭാവത്തെ വെറുക്കുന്നു എന്ന ഈ വേദഭാഗത്തോടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ കെടുത്തുന്നവരായി നാം തീരാൻ പാടില്ല. രണ്ടുരു ചത്തും വേരുറ്റും പോയ വൃക്ഷങ്ങളെന്ന യൂദായുടെ ലേഖനത്തിൽ ചിലരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വെള്ളമില്ലാതെ ഓടുന്ന മേഘങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നു. സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറക്കല്ലുകളാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഭക്തിയുടെ വേഷം ധരിക്കുന്നു, എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവിനോട് ഭക്തിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്കൊന്ന് ശോധന ചെയ്യാം. നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ കർത്താവിനോടുള്ള ഭക്തിയോടെ, അനുസരണത്തോടെ, വചനത്തിലുള്ള സന്തോഷത്തോടെ, വചനം അനുസരിക്കാനുള്ള ആവേശത്തോടെ, സ്നേഹത്തോടെ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ.